അപ്പൊ ഞാനൊരു മത്സരാർത്ഥിയായിട്ട് അവരെന്നെ കണക്കാക്കിയില്ലേ, പിന്നെ ഞാൻ അവിടെ നിൽക്കണത്? അവരാര് ഞാൻ അവരുടെ അടുത്ത് പോയി നിൽക്കാൻ? അവരാരും അല്ലല്ലോ. കുറച്ച് വർഷങ്ങളായി ഞാൻ ഈ ഫീൽഡ് ഉണ്ടാക്കണമെന്നാ. എനിക്ക് അവരെ മുന്നിൽ കൊണ്ടിങ്ങനെ മറ്റേ ഗണപതിക്ക് പടുക്ക വെച്ചാണൊക്കെ കൊണ്ടുവച്ചിട്ട് ചത്ത ആത്മാവിനെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ മല നോക്കി നിൽക്കാൻ എന്നെ കിട്ടില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? സബിതാ പേട്ടയ്ക്ക് വിളിച്ച് രണ്ടാമതും മാനം കെട്ടിയാണ് വിട്ടത്. അതിന്റെ പ്രാക്കാണ് എനിക്ക് കിട്ടിയത്. ഇപ്പൊ എലിമിനേഷനൊക്കെ വരല്ലേ, ഓരോരുത്തർ എന്ത് സാഹചര്യത്തിൽ പുറത്താക്കണം പണ്ടൊക്കെയുള്ള ഇതൊക്കെയാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ ആർക്കും മനസ്സിലാവുന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഗുഡ് ബൈ പറയണം, ഞാൻ പോണു. ഇനി നമുക്കില്ല അപ്പോ ഇങ്ങനെയുള്ള മാലാകന്മാരുടെ നമ്മളില്ല. ഇവിടെ ആര് ലോകത്തുനിന്ന് പൊട്ടി വീണക? ഞാൻ 10-21 വർഷം ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. മനസ്സിലായില്ലേ? പറയണേ, എന്റെ മൂത്തോക്ക് പറയട്ട്. അതാണ് പെണ്ണു ആണെന്ന് പറഞ്ഞത്. എന്റെ മൂത്തോക്ക് പറയട്ട്. ഞാൻ നിർത്തി. വല്ല മണ്ണിന് ഞാൻ പോയിട്ട് ഇവിടെ കിടന്ന് മുലയും കുടിച്ചു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പറയേണ്ട എന്റെ മൂത്തോക്ക് പറയണം. അവള് ഞാൻ കുറെ നാളൊന്നും ഞാൻ ക്ഷമിക്കണം. ഞാൻ ഇത്ര നാൾ അവളെ മുമ്പിൽ കൊണ്ടുവച്ചതേ ഇതിലെ റൂൾസ് കാരണം മാത്രമാണ്. സാധാരണ ആർട്ടിസ്റ്റ് നമ്മളെല്ലാവരും ആർട്ടിസ്റ്റാണ്. എത്ര സീനിയർ ആർട്ടിസ്റ്റാണ്. ഇവളെയൊക്കെ മുന്നിൽ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമുണ്ട്. അവൾ വേണമെങ്കിൽ നമ്മളെ മുമ്പിൽ നക്കിയിട്ട് പോട്ട്. എന്തോ ഇഷ്യൂ നീയൊക്കെ എന്തിനടി ആർട്ടിസ്റ്റ് നടക്കണത്? നീയൊക്കെ ആർട്ടിസ്റ്റ് അടി. വല്ലതും പറയണേ മോത്തോയ്ക്ക് പറയടി. ആർട്ടിസ്റ്റ് തേങ്ങാക്കൊലയിൽ ആർട്ടിസ്റ്റ് എന്നെയും കൂടി മാനം കടത്താം. നീയൊക്കെ ആർട്ടിസ്റ്റാ? വല്ലടി സബിതാ പേട്ടിന്റെ കാര്യത്തിൽ നീയൊക്കെ എന്നെയാണല്ലോ കുളിച്ച് അങ്ങ് നിർത്തിക്കൊടുത്തത് ഫ്രണ്ടില്. അപ്പോഴൊന്നും നീക്ക് നാവില്ലേതാ? അവളെ പ്രാക്ക എന്നെ കൂടി ഇപ്പൊ പുറത്താക്കിയത്. എനിക്ക് ഞാൻ ചീത്തയെ വിളിക്കുള്ളൂ എന്റെ ബാ തുറന്ന. മനസ്സിലായില്ലേ? അവൾ എന്നെ ഇന്ന് പുറത്താക്കി ഇന്നലെ പോവും. ഇങ്ങനെയല്ല. ആദ്യം പെണ്ണെന്ന് പറഞ്ഞാൽ ആദ്യം അടക്കോ ഒതുക്കോ ഡ്രസ്സിങ്ങിലൊക്കെ വേണം. ഇത് മറ്റേ മായാമോഹിനിയെ പോലെ ഇങ്ങനെ വല്ല വലിച്ചെടുത്ത് കാലിന്റെ ഇടയിൽ വെക്കലല്ലേ ജോലി. ഞാൻ പോണ്. എനിക്കിതൊക്കെ മതി. മയക്കും മയിലുമൊക്കെ. മനസ്സിലായില്ലേ? ഇതൊക്കെ രണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സബിതാ പേട്ടയെ പോലെ എന്നെ കിണ്ടാടുന്നില്ല.